പത്തനംതിട്ടയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മണ്ഡലം. പത്തനംതിട്ട അനിൽ ആൻ്റണി എന്തിനു നിർത്തിയതാണ്. പി സി ജോർജിനെ നിർത്തിയാൽ പോരായിരുന്നു എങ്കിൽ എത്ര നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അനിൽ ആൻ്റണി അവിടെ 31% വോട്ട് ഷെയറോടുകൂടി വളരെ മുന്നിലാണ്. അവിടെ ആൻ്റണി നടത്തിയ പുൽവാമ ഭീകരാക്രമണത്തെപ്പറ്റി പറഞ്ഞ ഒരു പ്രസ്താവന മണ്ഡലത്തിലെങ്ങും ചർച്ചാ വിഷയമാക്കുന്നതിൽ BJP വിജയിച്ചു. അദ്ദേഹം ദേശവിരുദ്ധമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയെന്ന് തോമസ് ഐസക് പോലും പറഞ്ഞു. അതിൻ്റെ കൂടെ അദ്ദേഹത്തിനെതിരെ ഒരു ആൻറ്റി ഇൻകുമ്പൻസി ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ലെന്നുള്ളതാണത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പ്രാവശ്യം കാഞ്ഞിരപ്പള്ളി മുതലായിട്ടുള്ള കാത്തലിക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ നിന്നുള്ള വോട്ടുകളൊക്കെ ഈ അനിൽ ആൻ്റണിക്ക് അനുകൂലമായി മറിയുന്നുണ്ട്. പി സി ജോർജ് അവിടെ പ്രചാരണം നടത്തിയതിൻ്റെ കൂടി ഫലമായിരിക്കാം. അപ്പോൾ ആ പി സി ജോർജ് ഇഫക്റ്റും കൂടി അനിൽ ആൻ്റണിക്ക് അനുകൂലമായി വരുന്നുണ്ട്. വളരെ കെ സുരേന്ദ്രൻ കാഴ്ചവെച്ചതിനേക്കാൾ ശക്തമായ മത്സരവും വോട്ട് ഷെയർ കൂടുതലുമാണ് അവിടെ വരുന്നത്. ഒരു പക്ഷേ BJP അവിടെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് ജയിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. BJPക്ക് ഒരു പക്ഷേ ഈ A+ കാറ്റഗറിയിൽപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു യുവാവാണ് എന്ന് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ഷാർപ്പ് ഷൂട്ടറുമാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് വെടിവെച്ച ആ ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിക്കുക എന്നുള്ളതാണല്ലോ. അതിന് സമർത്ഥനാണ്. വിജയിക്കുക എന്നുള്ളതാണല്ലോ ഇവിടെ ലക്ഷ്യം. ആ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട റിസോഴ്സസ് ഉള്ള ആൾ തന്നെയാണ് അനിൽ ആൻ്റണി. പത്തനംതിട്ടയിൽ നമുക്ക് ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു ഞെട്ടൽ ഉള്ള ഫലം ഉണ്ടാവാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ വെറുതെ ഒന്നും ആയിരിക്കില്ല കേന്ദ്ര നേതൃത്വം അനിൽ ആൻ്റണിയെ, ഒരു ദേശീയ നേതാവാണ് BJPയുടെ ഇപ്പോഴത്തെ, അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് യുക്തിഭദ്രമായിട്ട് തന്നെ സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ.